എല്ലാവർക്കും DevBeesലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലട്ടറിൻ്റെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ, ഫ്ലട്ടറിന് മാത്രമല്ല ജനറലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉള്ള ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ഇപ്പം കുറേ വലിയ വലിയ കമ്പനീസൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, റിക്വയർമെൻറ്റ്സിൽ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇന്ന ഡിസൈൻ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 4 ആർക്കിടെക്ചേഴ്സാണ്. ഇപ്പം ഫ്ലട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലായിട്ട് ഫ്ലട്ടറിൻ്റേതായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡിസൈൻ പാറ്റേൺ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, MVC, MVP, MVVM എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫ്ലട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒരു എംബെഡറുണ്ട്, ഒരു എൻജിനുണ്ട്, ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ അതിൻ്റെ പടം കാണാം. ഓരോന്നിലും എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഏറ്റവും താഴത്തെ ലെവലിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എംബെഡർ എന്ന് പറയുന്നതാണ് ഫ്ലട്ടർ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രി പോയിൻ്റ്. അതായത് നമ്മുടെ OSുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സർവീസസ്, അതായത് ഇപ്പം ഞാൻ പറയുന്നത് സ്കാഫോൾഡൊക്കെ നമ്മളൊരു ക്യാൻവസ് പോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആ സർഫസൊക്കെ റെൻഡർ ചെയ്യുക, പിന്നെ നമുക്ക് ഡേറ്റ ഇൻപുട്ടൊക്കെ ആക്സസ് ചെയ്യുക, അങ്ങനെയുള്ള പല സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എംബെഡറാണ്. ഓക്കെ, അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രി പോയിൻ്റാണ്. ഓക്കെ, ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആണ്. ഓക്കെ, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ കുറച്ച് സർവീസസ് ഉള്ള റെൻഡർ സർഫസ് സെറ്റപ്പ് ഉണ്ട്, നേറ്റീവ് പ്ലഗിൻസ് ഉണ്ട്, ആപ്പ് പാക്കേജിംഗ് ഉണ്ട്, അങ്ങനെ പല പല കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് നമ്മൾ എഴുതാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ ജാവ അല്ലെങ്കിൽ C++ ആണ്. iOSൽ അല്ലെങ്കിൽ macOSൽ യൂസ് ചെയ്യുന്നത് ObjectC അല്ലെങ്കിൽ ObjectC++. നമ്മൾ വിൻഡോസിലോ ലിനക്സിലോ ആണ് ചെയ്യുന്നതെങ്കിൽ C++. ഓക്കെ, അപ്പോൾ ഫ്ലട്ടറിൽ നമ്മൾ മിക്കതും നമ്മൾ എഴുതുന്ന ഡാർട്ടിലാണ്, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഫ്ലട്ടറിൽ തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ബാക്കിൽ വർക്കായിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ എൻജിനാണ്, ഫ്ലട്ടറിൻ്റെ എൻജിൻ. ഓക്കെ, ഇത് ബേസിക്കലി C++ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ നെറ്റ്വർക്കിൽ നിന്നുള്ള റിക്വസ്റ്റുകൾ. ഓക്കെ, ഇപ്പം നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് റിക്വസ്റ്റ് അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഓരോ തവണയും നമ്മുടെ UI അപ്ഡേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ സ്ക്രീനിൽ ചേഞ്ചസ് റെൻഡർ ചെയ്ത് വരിക, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഫ്ലട്ടറിൻ്റെ എൻജിനാണ്. ഓക്കെ, അപ്പോൾ ഫ്ലട്ടറിൻ്റെ റെൻഡറിങ് എൻജിൻ എന്ന് പറയുന്നത് സ്കിയ എന്ന് പറഞ്ഞൊരു എൻജിനാണ്. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി നമ്മുടെ ഫ്രെയിം വർക്കിന് റിവീൽ ആവുന്നത് .UI പാക്കേജ് വഴിയാണ്. ഓക്കെ, അപ്പം ഈ സൈഡിൽ നിങ്ങൾക്ക് എൻജിൻ്റെ ഇത് കാണാം. അപ്പോൾ അതിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ട്, സർവീസ് പ്രോട്ടോക്കോൾ, റെൻഡറിങ്, സിസ്റ്റം ഇവൻറ്റ്സ്, ടെക്സ്റ്റ് ലേഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ അവസാനത്തെ ഫ്രെയിം വർക്ക്, ഫ്ലട്ടറിൻ്റെ തന്നെ ഫ്രെയിം വർക്ക്. അപ്പോൾ അത് നമ്മൾ ബേസിക്കലി എഴുതുന്നത് ഡാർട്ട് ലാംഗ്വേജ്. ഇതാണ് നമ്മുടെ ബേസിക്കലി ഒരു പ്രോഗ്രാമർ, ഒരു ഡെവലപ്പർ പ്രോഗ്രാം ചെയ്യുന്നത്, ഡെവലപ്പറും ഫ്ലട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഫ്രെയിം വർക്ക് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാർട്ടിൻ്റെ ഫ്ലട്ടർ ഫ്രെയിം വർക്കാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നൊരു റിയാക്റ്റീവ് ഫ്രെയിം വർക്കാണ്. ഓക്കെ, ഈ ഡാർട്ടിൽ തന്നെ എഴുതുന്ന റിയാക്റ്റീവ് ഫ്രെയിം വർക്ക്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആപ്പ്, അതുപോലെ ക്യൂപ്പിറ്റിനോ ഐക്കൺസ്, വിഡ്ജറ്റ്സ്, അനിമേഷൻ, അതെല്ലാം ഈ ഫ്ലട്ടർ ഫ്രെയിം വർക്കിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ ഈ ഫ്രെയിം വർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് നമ്മുടെ ഡിസൈൻ പാറ്റേൺ ആർക്കിടെക്ചേഴ്സിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MVC അല്ലെങ്കിൽ മോഡൽ വ്യൂ കൺട്രോളറാണ്. ഓക്കെ, അപ്പോൾ മോഡൽ വ്യൂ കൺട്രോളറിൽ M എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റ. ഓക്കെ, നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് എവിടെ നിന്ന് വെച്ചാൽ ഉള്ള ഡേറ്റ, ലോക്കലായിട്ടുള്ള ഡേറ്റ. അപ്പോൾ ആ ഡേറ്റയാണ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ UI. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പം അതിൽ ആ ആപ്ലിക്കേഷനിൽ നമ്മൾ കാണുന്നത് എന്താണോ അതാണ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞൊരു കൺട്രോളറുണ്ട്. ഈ കൺട്രോളറാണ് ഈ വ്യൂവും
അതുപോലെ മോഡലും തമ്മിലുള്ള ഡേറ്റ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ ഇവൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അതാണ്. ഓക്കെ, കൺട്രോളറാണ്. അപ്പോൾ ഈ കൺട്രോളർ, ഈ MVCയുടെ ഒരു ഇഷ്യൂ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു ഓൾഡസ്റ്റ് ഡിസൈൻ പാറ്റേൺ ആർക്കിടെക്ചറാണ്. ഓക്കെ, അപ്പം ഇതിനെ കുറച്ച് ഒരു മെയിനായിട്ടുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഈ കൺട്രോളർ. ഇതിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് വ്യൂവിലെ കമ്പോണൻസുമായിട്ട് ചില സമയത്ത് വ്യൂവിലെ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ല. വ്യൂവും കൺട്രോളറും രണ്ടും ഇൻഡിപെൻഡൻ്റ് അല്ല. ഒന്നും മറ്റേന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, കൺട്രോളർ വ്യൂവിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഫ്ലോ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ പുതിയ ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലട്ടറിൽ MVC ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പാക്കേജസും അതുപോലെ അതിന് പറ്റിയ ഫയൽ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി ഫയൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം ഈ രീതിയിൽ തന്നെയാണ്. അതായത് മോഡൽ എന്ന് പറഞ്ഞൊരു ഒരു ഫോൾഡറാണ്. അതിൽ നമ്മുടെ മോഡൽ ഡേറ്റ എല്ലാം വരും, മോഡലിൻ്റെ ക്ലാസ്സസ് അതെല്ലാം വരും. വ്യൂ എന്ന് പറഞ്ഞ വേറൊരു ഫയൽ കാണും, കൺട്രോളർ എന്ന് പറഞ്ഞാൽ വേറൊരു ഫയലും കാണും. ഇതിനകത്ത് എല്ലാം സബ് ഫയൽസായിട്ട് അല്ലെങ്കിൽ സബ് ഫോൾഡേഴ്സായിട്ട് അതിൻ്റേതായിട്ട് UIയും അതിൻ്റേതായിട്ടുള്ള കൺട്രോൾ കോഡും എല്ലാം വരും. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പാക്കേജസും അതിൻ്റെ ഫ്ലട്ടറിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേറൊരു കളറിൽ ഇരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സാമ്പിളിൽ ചെന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ ഫുൾ ഒരു ആപ്പ് എങ്ങനെയാണ്, ഈ ഫ്ലട്ടർ ആപ്പിൽ എങ്ങനെയാണ് MVC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ റെഫറൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങളതെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ MVP മോഡൽ വ്യൂ പ്രസൻറ്റർ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ MVCയിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കൺട്രോളറും വ്യൂവും ഇൻഡിപെൻഡൻ്റ് ആണ്, എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ഇവിടെ വരുമ്പം നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ എമ്മും വ്യൂയും സെയിം തന്നെ, മോഡലും വ്യൂവും അതായത് ഡേറ്റയും നമ്മുടെ UI. ഓക്കെ, ഇപ്പം നേരത്തെ കൺട്രോളറിന് റോള് ചെയ്യുന്ന ഇവിടെ പ്രസൻറ്ററാണ്. അതായത് പ്രസൻറ്റേഷൻ ലോജിക്ക് എങ്ങനെയാണ് ഡേറ്റ പ്രസൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെ ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഈ പ്രസൻറ്ററും വ്യൂവും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് നേരത്തെ പോലെ നമ്മുടെ കൺട്രോളറും വ്യൂവും പോലെ ഡിപ്പെൻഡൻ്റ് അല്ല, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള റീസൺ ഇതൊരു ഇൻ്റർഫേസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മോഡലിൽ എന്തെങ്കിലും ഡേറ്റ ചേഞ്ച് വന്നാൽ അത് പ്രസൻറ്റർ അറിയും, പ്രസൻറ്റർ അനുസരിച്ച് UI അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവിൽ എന്തെങ്കിലും, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സൈഡിൽ യൂസർ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻപുട്ട് വല്ലതും കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഡേറ്റ എൻട്രി ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മോഡൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രസൻറ്ററിൻ്റെ ജോലിയാണ്. ഓക്കെ, അപ്പം ബേസിക്കലി മോഡൽ MVPൻ്റെയും MVCയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രസൻറ്ററും ഇവിടെ വ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നമ്മുടെ പ്രസൻറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ്റർഫേസ് വഴിയായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മറ്റടുത്ത് ഇൻ്റർഫേസ് വഴിയൊന്നുമില്ല, ഡയറക്റ്റാണ്. അപ്പം അത് ഡിപ്പെൻഡൻ്റ് ആണ്, ചില കമ്പോണൻസിനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ MVP ഫ്ലട്ടർ. ഓക്കെ, ഫ്ലട്ടറിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാക്കേജസ് ഉണ്ട്, അതുപോലെ ഫയൽ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ റെഫറൻസിങ്ങിനോ അല്ലെങ്കിൽ ട്യൂട്ടോറിയലിനൊക്കെ വേണ്ടി ഞാനിവിടെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ PPT മൊത്തം ഒന്ന് നമ്മുടെ ഗിറ്റ്ഹബിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുത്ത് ഞാൻ ഗിറ്റ്ഹബിൽ സെപ്പറേറ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാനും പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് മോഡൽ വ്യൂ മോഡൽ അല്ലെങ്കിൽ MVVM. ഓക്കെ, അപ്പം ഇതിലും നേരത്തെ പറഞ്ഞ പോലെ മോഡൽ എന്ന് പറയുന്ന ഡേറ്റ, വ്യൂ എന്ന് പറയുന്ന UI. ഓക്കെ, അത് എല്ലാത്തിലും സെയിം തന്നെ. പിന്നെ വരുന്നത് വ്യൂ മോഡൽ എന്ന് പറഞ്ഞൊരു സംഭവം, അതാണ് നമ്മുടെ മീഡിയേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നിരിക്കട്ടെ, ആ ഇവൻ്റ് വ്യൂ മോഡലിൽ അതിനനുസരിച്ച് ഉള്ള എന്താ ഇവൻ്റ് എന്ന് നോക്കും. അതിനനുസരിച്ച് നമ്മുടെ മോഡലിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, മോഡൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് വേറെ എന്തെങ്കിലും ഡേറ്റ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് വ്യൂ മോഡലിനെ നോട്ടിഫൈ ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ വ്യൂ മോഡൽ ആ ഡേറ്റ ബൈൻഡ് ചെയ്ത് നമ്മുടെ വ്യൂവിലോട്ട് കാണിക്കും. ഓക്കെ,
ആവശ്യമുള്ള ഡേറ്റ മാത്രം വ്യൂവിലോട്ട് കാണിക്കും. ഓക്കെ, എല്ലാ ഡേറ്റയും വേണമെന്നില്ല. ഓക്കെ, വ്യൂവും മോഡലും ഇൻട്രാക്ട് ചെയ്യുന്നത് വ്യൂ മോഡൽ വഴിയാണ്. ഓക്കെ, പിന്നെ ഈ MVVM നമുക്ക് ഫ്ലട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് അതിനനുസരിച്ചുള്ള പാക്കേജസും അതുപോലെ പ്രൊവൈഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് വെച്ചും MVVM ചെയ്യാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസും അതിൻ്റെ പാക്കേജും എല്ലാം ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്ലോഗും അതുപോലെ വീഡിയോ ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഓരോരോ ഡിസൈൻ പാറ്റേൺ ആർക്കിടെക്ചറോ അതുപോലെ ഫ്ലട്ടറിൻ്റെ ജനറൽ ആയിട്ടുള്ള ആർക്കിടെക്ചറോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.